LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. അവന്റെ ഭാര്യയെ വേറൊരുത്തൻ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമ്പോ അവനത് ഓർത്ത് കാണത്തില്ല. അതിനേക്കാൾ വലിയ തെറ്റുകൾ അവൻ ചെയ്തിട്ടുണ്ടെന്ന്. എന്താ സാറേ കാര്യം? അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം. വളരെ വിശദമായി തന്നെ സംസാരിക്കാം. സർ. ആ മാർക്കോ, വാ വാ, ഇരിക്കടോ. താങ്ക് യു സർ. ഇരിക്കേ. സാറേ, അവന്റെ സകല ഡീറ്റെയിൽസും ഞാൻ എടുത്തിട്ടുണ്ട്. മാനസയെ കൂടാതെ 6-7 പെൺകുട്ടികളുമായിട്ട് അവന് ബന്ധമുണ്ട്. അവരെല്ലാവരും അവനുമായിട്ട് ഇപ്പൊ ശത്രുതയില്ല. താൻ ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നപ്പോ അവൻ ഇവിടെ വന്ന് കുറച്ച് ഷോയൊക്കെ എടുത്ത് ഓർമ്മയുണ്ടോ? അതെ, അന്നേ ഞാൻ അവന്റെ വിധി കുറിച്ചിട്ടതാ. പിന്നെ അതിന് പകരമായിട്ട് അവനെ അടിച്ചൊതുക്കാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല സാറേ. അവന്റെ ഭാര്യ അവനെ വിട്ടുപോകുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറം ഒരു തിരിച്ചടി വേറെ ഇല്ലല്ലോ സാറേ. അത് ശരിയാ. അല്ല, എന്നിട്ടും അവനവന്റെ മുറപ്പെടനെ തിരിച്ചു വേണമെന്ന ആഗ്രഹം. ഓ, അത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. മഞ്ജുവിന്റെ ചേട്ടനെ സാറിന് അറിയാലോ, കണ്ണൻ സാറിനെ. അദ്ദേഹം കോടീശ്വരനാണല്ലോ. ആ സ്വത്തിന്റെ ഒരംശം മഞ്ജുവിന് കിട്ടുമെന്നറിയാം. അതെങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടി മാത്രമാ മഞ്ജുവിനെ ഇപ്പം ഭാര്യയായിട്ട് വേണമെന്ന് പറയുന്നത്. അല്ലാതെ അവൻ ഈ ലോകത്ത് ആരോട് സ്നേഹവും ഇല്ല, കടപ്പാടും ഇല്ല. അങ്ങനെ ഒരുവന് ഇങ്ങനെ ഒരു വിധി വന്നത് നന്നായി. ഇനി ഏതായാലും ഈ മഞ്ജു അവന്റെ ജീവിതത്തിലേക്ക് തിരികെ പോവില്ലല്ലോ. മഞ്ജു നല്ല കുട്ടിയാ സാറേ. ഓർമ്മ വെച്ച കാലം മുതൽ മുറച്ചെറുക്കനെ സ്നേഹിച്ചവളാ മഞ്ജു. പക്ഷേ അങ്ങനെയുള്ളവളെ പച്ചയ്ക്ക് ജീവനോടെ കത്തിക്കുന്ന പണിയാ അവൻ കാണിച്ചത്. അവിടെയാണ് അവള് തകർന്നുപോയത്. ഈ സാഗർ കുഴപ്പക്കാരനല്ലോ. ഒരു കുഴപ്പമില്ല സാറേ. അവനെ 100% വിശ്വസിക്കാം നമുക്ക്. അവൻ ഇനി പഴയ അഴുക്ക് ചല്ലേക്ക് പോവില്ല. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇനി ഒരു തിരിച്ചടി കൂടി ആ പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു തിരിച്ചടി അവൾക്ക് സാഗർ കൊടുക്കുകയാണെങ്കിൽ അവന്റെ അനുഭവം എന്തായിരിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. ഞാനൊന്ന് അവനെ ചെന്നൊന്ന് കാണട്ടെ. ഞാൻ കിടന്ന പോലെ തന്നെ അവനും ഇപ്പൊ ലോക്കപ്പിലാണല്ലോ. അന്ന് എന്നെ ലോക്കപ്പിൽ വന്ന് കണ്ടിട്ട് അവൻ എന്തൊക്കെയാ പറഞ്ഞെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിന്റെ ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാം. കാണാം. ശരി ശരി ശരി, ഞാൻ പോട്ടെ സാർ. ഓക്കെ. ഇതുപോലൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ലോക്കപ്പിൽ കിടന്ന എന്നെ കാണാൻ നീ വന്ന ദിവസം. അന്ന് ഞാൻ കുറിച്ചിട്ടതാ, നിനക്ക് അതിനുള്ള ശിക്ഷ തരേണ്ട സമയത്ത് ഞാൻ തരുമെന്ന്. കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും ഒരുപാട് ദ്രോഹിച്ചു നീ. നിന്റെ സ്വന്തം മുറപ്പെണ്ണിനെയും. അതിന് തല്ലല്ല, പകരം മറ്റൊരു തലോടല വേണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ സാഗറിനെ തുറുപ്പ് ചീട്ടാക്കി ഞാൻ പിടിച്ചത്. മഹാലക്ഷ്മിയും കണ്ണൻ സാറിനെയും തമ്മിൽ തെറ്റിക്കാനാ നീ സാഗറിനെ കൊണ്ടുവന്നത്. അതേ സാഗറിനെ കൊണ്ട് തന്നെ നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയത് ദൈവത്തിന്റെ നിയോഗ, അല്ലെങ്കിൽ നിന്റെ കയ്യിലിരിപ്പിന്റെ ഫലവാടാ. എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടല്ലേ ഇപ്പൊ നിനക്ക്. പക്ഷേ നീ ആളെ കൂട്ടി വന്നാലും അതിന് കഴിയില്ല. നിന്റെ അച്ഛനും ആ പ്രതാപനും ഞാൻ തല്ലു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരെ പോലെ ഞാൻ ചവിട്ടി നിന്റെ നട്ടല്ലൊടിക്കാതിരുന്നത് ഇതുപോലുള്ള മുഹൂർത്തങ്ങൾ കാണാൻ വേണ്ടിയിട്ടാ.
സ്വന്തം ഭാര്യയായ മുറപ്പെണ്ണ് മറ്റൊരു പുരുഷനൊപ്പമാ ഇപ്പൊ ജീവിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായ ആത്മാഭിമാനമുള്ള ഏതാണായാലും പോയി ആത്മഹത്യ ചെയ്യൂടാ. നിനക്കത് ചെയ്തൂടെ? ഇനി അതാ നല്ലത്, ഈ നാണക്കേടിന്ന് രക്ഷപ്പെടാൻ. എടാ, മഞ്ജുവിനെ തട്ടിയെടുത്തവൻ ഭാഗ്യവാനാ. പക്ഷെ അവനൊപ്പം ജീവിക്കുന്ന അവള് ഒരുപാട് അനുഭവിക്കും. അവൾ ഉടനെ തന്നെ മൂന്നാമതൊരുത്തനെ കൂടി കണ്ടുവെക്കുന്നത് നന്നായിരിക്കും. ഇനി മൂന്നാമതൊരാള് മഞ്ജുവിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലടാ. അവള് സാഗറിനൊപ്പം തന്നെ ഇനിയുള്ള കാലം ജീവിക്കും. ഞാനാണ് മുന്നിട്ടിറങ്ങി അവരെ ഒന്നിപ്പിച്ചത്. അത് 100% സാഗറിന്റെ സ്വഭാവം മാറുന്ന ഉറപ്പുവരുത്തിയതിന് ശേഷമാ. അല്ല, നിനക്കെന്താ അതില്ലാതിരുന്നത്? അച്ഛനുണ്ടായിരുന്നില്ലേ? അമ്മ ഉണ്ടായിരുന്നില്ലേ? വിദ്യാഭ്യാസം, അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടായിരുന്നില്ലേ? എന്നാ അങ്ങനെ ഒരുത്തനല്ല സാഗർ. അവൻ അനാഥന. കുട്ടിക്കാലം മുതലേ അവനെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുത്തൻ തെറ്റുകളിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയ സംഭവമായിട്ട് കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ അവന് ജീവിക്കണമെന്നുണ്ട്, ഒരു കുടുംബം വേണമെന്നുണ്ട്. അങ്ങനെ അവര് നല്ല രീതിയിൽ ജീവിക്കുമ്പോ അവർക്കിടയിൽ ഒരു തീക്കാറ്റായിട്ട് അവതരിക്കാൻ നീ നോക്കരുത്. അങ്ങനെ വന്ന ചുട്ടുകളയും നിന്നെയും നിന്റെ കുടുംബത്തെയും. ഒരാളിപ്പോ ഇരുന്ന് നിരങ്ങുന്നുണ്ടല്ലോ, അത് അയാൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ്. കണ്ണൻ സാറിനെ പോലൊരു പാവപ്പെട്ട മനുഷ്യന്റെ കഴിവുകൊണ്ടാ നീയൊക്കെ ഇത്രയും കാലം ജീവിച്ചത്. എന്നിട്ട് ആ മനുഷ്യനുള്ളതെല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാ അദ്ദേഹത്തിന്റെ പെങ്ങളെ പോലും നീ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ നീ ആത്മാർത്ഥത കാണിച്ചില്ലേ? അതിനുള്ള കണക്കെടുപ്പാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സാഗറിനെ നീ കോടതി കയറ്റാൻ നോക്കി, നടന്നില്ല. സാഗറിന് സ്റ്റേഷൻ ജാമ്യം കിട്ടി. പക്ഷേ നിനക്കത് കിട്ടില്ല. നാളെ ഇനി കോടതി വിചാരിക്കണം നിന്നെ ജാമ്യത്തിൽ ഇറക്കണോ വേണ്ടയോ എന്ന്. എന്തായാലും അവിടം വരെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞല്ലോ, അതിൽ സന്തോഷമുണ്ട്. സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടും ആ കുഞ്ഞിന് കൃത്യമായിട്ട് ചെലവിന് കൊടുക്കാൻ പോലും മനസ്സില്ലാത്ത നിനക്കൊന്നും ഒരു കുടുംബം ഉണ്ടായിട്ട് കാര്യമില്ലടാ. തുടക്കത്തിലെ അത് മനസ്സിലാക്കിയിട്ട് ഒഴിഞ്ഞു പോയവളാ മഞ്ജു. അവളെ ബുദ്ധിയുള്ള കുട്ടിയാ. ബുദ്ധി വികസിക്കാത്ത ഒരുത്തിനൊപ്പം ജീവിതകാലം മുഴുവനും ജീവിച്ച് തുലയ്ക്കുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അന്തസ്സായിട്ട് അവളെ സ്നേഹിക്കുന്ന ഒരുത്തിനോടൊപ്പം ജീവിക്കുന്നതാടാ. ഒരു കാര്യം കൂടി നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുക. നിന്നെ മടുത്തിട്ട് ഇപ്പൊ സാഗറിനൊപ്പം ജീവിക്കുന്ന മഞ്ജുവിനോ സാഗറിനോ നീയോ നിന്റെ ആൾക്കാരോ അപകടം വരുത്തി വെച്ച അന്ന് നീ കുറിച്ചിട്ടോ നിന്റെ ജാതകം തീർന്നെന്ന്. പിന്നെ നിന്റെ ജാതകം എഴുതുന്നത് ജോത്സ്യനോ മന്ത്രവാദിയൊന്നും ആയിരിക്കില്ല, ഈ മാർക്കോ ആയിരിക്കും. ഈ നാട്ടിലെ പേരെടുത്ത ഗുണ്ടയാ മാർക്കോ. അവൻ പൈസയ്ക്ക് ആൾക്കാരെ തല്ലാനും കൊല്ലാനും നടക്കുന്ന ഒരുത്തനല്ല. ഈ സിനിമയിലൊക്കെ നായകന്മാരും ഗുണ്ടകളാവുമല്ലോ, ആ കാറ്റഗറിപ്പെട്ട ഒരുത്തനാ. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ കൊട്ടേഷൻ എടുക്കുന്ന ഗുണ്ടകൾക്ക് പോലും അവനെ പേടിയാ. വാളെടുത്തവൻ വാളാലനല്ലേ, അവനെ വെട്ടി നുറുക്കാൻ ആളില്ല ഉണ്ണിയേട്ടാ. ശത്രുക്കൾ ഒരുപാടുള്ളവനാ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ദിവസം ആ വിധി ഉണ്ടാവും. അതൊന്നും ഉണ്ടായാ മതിയായിരുന്നു. അവൻ കാരണമാ നമുക്കിപ്പൊ ഈ ഗതി ഉണ്ടായത്. ഏറ്റവും കൂടുതൽ അവൻ കാരണം കഷ്ടപ്പെടുന്നത് മേഘേട്ടൻ തന്നെയാ. അവന്റെ ഭാഗത്തും തെറ്റുണ്ട് മോളെ. മാനസ എന്ന് പറയുന്ന പെണ്ണിന്റെ കുഞ്ഞ് അവന്റെ അല്ലെങ്കിൽ അവനത് തെളിയിച്ചൂടെ? അതുകൊണ്ടല്ലേ സാഗറിനെതിരെ കേസും വഴക്കുമായിട്ട് പോവാൻ പറ്റാത്തത്.
മേഘം പോലീസ് സ്റ്റേഷനിലായപ്പോ നിങ്ങൾക്കൊക്കെ സന്തോഷമായോ? ഞങ്ങൾ അവനെ കാണാൻ പോയിട്ടല്ല വരുന്നത്, അവന്റെ അച്ഛനെ കാണാൻ പോയതാ. ഇയാൾക്ക് വരേണ്ടിയിരുന്ന വിധി ഇപ്പൊ അമ്മാവനെ കിട്ടിയത്. ഇനി എന്നെ പോലെ വീൽ ചെയറിന്റെ സഹായം ഇല്ലാതെ അയാൾക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല. പ്രാഗി പ്രാഗി ഇവളെല്ലാവരെയും ആ അവസ്ഥയിലാക്കുമല്ലോ. ഞാൻ പ്രാഗിട്ടല്ലടി, സ്വന്തം പ്രവൃത്തികളും ഉണ്ടാ പലരും ഇതുപോലുള്ള ശിക്ഷകൾ പിടിച്ചു വാങ്ങുന്നത്. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. കണ്ണേട്ടന്റെ കൈ പിടിച്ച് നിങ്ങൾ ഈ വീടിനകത്ത് കയറിയപ്പോ മുതല് മേഘനെ തെരഞ്ഞു പിടിച്ച് തകർത്തോണ്ടിരിക്കുക. അമ്മയുടെ ഇവളുടെ കാര്യം പോട്ടെ, നീ ഒരു ആണല്ലേടാ. എന്നിട്ട് നിനക്കെങ്ങനെയാ മേഘനെ ഇപ്പോഴും ന്യായീകരിക്കാൻ പറ്റുന്നേ? നിന്റെ പെങ്ങളുടെ ജീവിതം തകർത്തത് അവൻ ഒറ്റൊരുത്തനല്ലേ? എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മേഘനെ തകർത്തതും ഇപ്പോ അമ്മാവനെ കെട്ടിടത്തിന് മുകളിൽ താഴെ കെട്ടതും നിങ്ങളൊക്കെ തന്നെയാ. അന്ന് നിന്റെ അമ്മാവൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തട്ടുപൊളിഞ്ഞ് താഴെ വീണ ദിവസം ഞാൻ അവിടെ വന്നതാണല്ലോ. അന്ന് അമ്മാവന്റെ അനന്തരവന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചതാ. ഇന്ന് എന്തൊക്കെയോ നടക്കും എന്നുള്ള രീതിയിലാ രണ്ടാളും അന്ന് അവിടെ നിന്നത്. അതല്ലടി സത്യം. അന്ന് എന്തെങ്കിലും നടക്കുമെന്ന് നിനക്കറിയായിരുന്നു. ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടന്റെ അമ്മാവനും തട്ടുപൊളിഞ്ഞ് താഴെ വീഴുന്ന് നീ അത് നേരത്തെ ഉറപ്പിച്ചതാ. എന്നിട്ടാ ഇൻസ്പെക്ഷൻ എന്നും പറഞ്ഞ് നീ അങ്ങോട്ടേക്ക് പോയത്. മഹാലക്ഷ്മി പലതവണ കൊല്ലാൻ നോക്കിയതാ. ഇയാളുടെ മരണം ഇവിടെ ആഘോഷിച്ച ഫോട്ടോസൊക്കെ എന്റെ കയ്യിലുണ്ട്. കേക്ക് മുറിച്ച ഫോട്ടോസ്. അതുകൊണ്ട് ആരെയാണ് കൊല്ലാൻ ശ്രമിക്കുന്നതെന്നൊക്കെ വ്യക്തമായ ധാരണ ഞങ്ങൾക്കുണ്ട്. അതിന് തിരുത്താനൊന്നും ആരും ശ്രമിക്കണ്ട. ഒരു സമയത്ത് എന്റെ അച്ഛനെ പോലെ സ്നേഹിച്ചതാ ഞാൻ അമ്മാവനെ. എന്നാലിപ്പോ അയാള് വീൽ ചെയറിൽ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഒരു വിഷമവും തോന്നിയില്ല. അതയാൾ സ്വയം ഏറ്റെടുത്ത വിധിയാ. അതുപോലെ തന്നെ നാളെ മേഘനെ കോടതി ശിക്ഷിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി അവൻ തന്നെയാ. എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് എന്റെ സ്വത്തിന്റെ ഒരു ഭാഗം വിഴുങ്ങാനായിട്ട് നടന്നവനാ. ഇപ്പൊ സ്വത്തുമില്ല, വിവാഹം കഴിച്ച പെണ്ണുമില്ല. ആർത്തിമൂത്ത് ബന്ധങ്ങളെ മറക്കുന്നവർക്കെല്ലാം ഇതൊരു താക്കീതാ. മുൻജന്മ പാപമാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ശിക്ഷയെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം തന്നെയാ ഇവിടെ നമ്മൾ അനുഭവിച്ചു തീർക്കുന്നത്. നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഞാൻ ചെയ്ത തെറ്റെന്താ? എന്റെ സഹായത്തിന് ഞാനൊരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ട് വന്നതോ? ഞാനൊരു കല്യാണം കഴിച്ചു പോയി. അതോടെ എല്ലാവരുടെയും സമനില തെറ്റി. ഇക്കണക്കിന് നാളെ ഞാൻ എഴുന്നേറ്റ് നടന്നാലോ? എനിക്കും ഇയാൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചാലോ? എന്തായിരിക്കും സ്ഥിതി? നിങ്ങളുടെയൊക്കെ അത്യാഗ്രഹത്തിനുള്ള മറുപടിയാ നിങ്ങൾക്കൊക്കെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനെയും പിടിച്ചു വാങ്ങാതിരിക്കാൻ മാനം മര്യാദയ്ക്ക് എല്ലാവരും ജീവിക്കുന്നത് നല്ലത്. ദേ അയാള് പറഞ്ഞത് കേട്ടില്ലേ? എഴുന്നേറ്റ് നടക്കുകയും അവർക്ക് കുട്ടികൾ ജനിക്കുകയും ചെയ്താ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ എന്തെങ്കിലും സംഭവിക്കോ? അവന്റെ സ്വപ്നങ്ങൾ അവൻ പറഞ്ഞത് ഒരിക്കലും നടക്കാത്ത അവന്റെ സ്വപ്നം. ലോകത്തുള്ള എല്ലാവരെയും പറ്റിച്ച് നടക്കുന്നൊരുത്തനാ മേഘൻ. അവന്റെ വിചാരം അവന് മാത്രമേ മിടുക്കുള്ളൂന്നാ. അതുകൊണ്ടാ അവനെ കോടതിയിൽ കൊണ്ടിറക്കുമ്പോ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. മാനസെത്തിയോ മാർക്കും? ആ, അവള് നേരത്തെ വന്നു. ഇന്ന് കോടതിയിൽ അവള് കൊടുക്കുന്ന മൊഴിക്കനുസരിച്ചിരിക്കും മേഘനാഥന്റെ ഇനിയുള്ള വിധി. സ്വത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുത്തനവൻ. അല്ലാതെ
അവൻ ആരോടും ഒരു ആത്മാർത്ഥതയുമില്ല, സ്വന്തം അച്ഛനോടോ അമ്മയോടോ. അതുകൊണ്ട് അവന്റെ പൈസ കുറച്ച് പൊട്ടണം ചേട്ടാ, അതാ എന്റെ ആഗ്രഹം. ഇറങ്ങി വാ. സാഗരേട്ടാ, എന്നൊന്ന് ചേർത്ത് പിടിച്ചേ. അങ്ങോട്ട് നടക്കടാ. ഞങ്ങളെല്ലാരും ഉണ്ട്. നീ ഇതുപോലെ കോടതി കയറ്റണമെന്ന് ആഗ്രഹിച്ച സാഗർ ഉൾപ്പെടെ എല്ലാരും. പോലീസ് സ്റ്റേഷനും നിയമവും കോടതിയൊക്കെ നിനക്കും അന്യമല്ലടാ. ഈ നിൽക്കുന്ന നിന്റെ മുറപ്പെണ്ണായ മഞ്ജു തുടക്കത്തിലേ നിന്നെ കോടതി കയറ്റേണ്ടതാ. പക്ഷേ മഞ്ജു ബുദ്ധിയുള്ള പെണ്ണായതുകൊണ്ട് അതിലും നല്ല മാർഗമാണ് തിരഞ്ഞെടുത്തത്. നിന്നെ കാത്തു നിൽക്കായിരുന്നു ഞങ്ങളൊക്കെ. കോടതിക്ക് അകത്തുണ്ട് നീ കാണേണ്ടവര്. എടാ, എന്നും ഒരു ഭാഗം മാത്രം ജയിക്കില്ല. എനിക്കും വരൂടാ ഒരു ദിവസം. നിന്റെ ദിവസമൊക്കെ തീർന്നടാ. ഇനിയുള്ളത് ഞങ്ങളുടെ ദിവസമാ. മാർക്കോ മതി, നടക്കടാ അങ്ങോട്ട്. കൊണ്ടുപോടോ, നടക്ക്. ഇനി അകത്തല്ലേ സീൻ നടക്കാൻ പോകുന്നത്. നടക്കടാ അങ്ങോട്ട്. Yes, proceed. മേഘനാഥൻ എന്നല്ലേ പേര്? അതെ. എന്താ ജോലി? ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ് സാർ. ഓ, അതാണോ ജോലി? അല്ല, ഞാൻ കമലേശ്വരൻ ജ്വല്ലറിയുടെ മാനേജറായിരുന്നു. ഇപ്പൊ കുറച്ചു നാളായിട്ട് വിട്ടു നിൽക്കുക.
തനിക്കെതിരെയുള്ള കുറ്റപത്രത്തിൽ മാനസ എന്ന് പറയുന്ന പെൺകുട്ടി താനവരെ വിവാഹത്തിന് മുമ്പ് പ്രണയിച്ചിരുന്നുവെന്നും അതിലവർക്കൊരു കുഞ്ഞുണ്ടെന്നും പറയുന്നു. കുഞ്ഞ് അപ്പു എന്ന് വിളിക്കുന്ന റോഹൻ. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? LG കായം ഇപ്പോൾ 20% മോർ കായമെന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.